നേരെ പത്തനംതിട്ടയിലെ ചിറ്റാറിലേക്കൊന്ന് പോകാം. ചിറ്റാറിൽ ഒരു വീട്ടിലെ കിണറ്റിൽ കടുവ വീണിരിക്കുകയാണ്. കൊല്ലംപറമ്പിൽ സദാശിവൻ എന്നയാളുടെ വീട്ടിലെ കിണറ്റിലാണ് ഇപ്പോൾ കടുവ വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു പന്നി ഫാമിന് സമീപം കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ ഗൂഗിളാണ് നൽകുന്നത്. ഗൂഗിൾ, എപ്പോഴാണ് ഈ കിണറ്റിൽ കടുവ വീണത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ ഈ കടുവയെ കിണറ്റിൽ നിന്നും കയറ്റി തിരിച്ച് വനത്തിൽ വിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ചിറ്റാറിൽ വില്ലൂന്നിപ്പാറ എന്ന് പറയുന്ന ഭാഗത്തുള്ള കൊല്ലംപറമ്പിൽ സദാശിവന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇത്തരത്തിൽ കിണറ്റിലേക്ക് കടുവ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് നോക്കിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കിണറ്റിനുള്ളിൽ കടുവ അകപ്പെട്ട് കിടക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റാന്നി വനം ഡിവിഷനിലെ വടശ്ശേരിക്കര റേഞ്ചിൽ തണ്ണിത്തോട് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കിണറിന് മൂടി വെച്ചിട്ട് വലയൊക്കെ ഉൾപ്പെടെ മൂടി ഉണ്ടാക്കി അടച്ചു വെച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇനി DFO അടക്കം എത്തിയിട്ട് അതിനുശേഷം വനംവകുപ്പ് ഡോക്ടർമാരും കൂടെ എത്തേണ്ടതുണ്ട്. അവരെത്തിയതിനു ശേഷം മാത്രമേ എന്തായിരിക്കും തുടർ നടപടി, ഇതിനെ എങ്ങനെ കയറ്റണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ RFO ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളുടെ സുരക്ഷയ്ക്കായിട്ട് ഇപ്പോൾ കിണറടച്ച്, അതായത് വല ഉപയോഗിച്ചുകൊണ്ട് കിണറടച്ച് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് അങ്ങനെ മുമ്പ് കടുവയുടെ സാന്നിധ്യമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ തൊട്ടടുത്തൊരു പന്നി ഫാം ഉണ്ട്. അവിടെ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതായിട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാരിൽ ചിലർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും ഇപ്പോൾ ഈ കടുവയെ ഈ രീതിയിൽ അകപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. കടുവയ്ക്ക് നിലവിൽ ഇപ്പോഴും ജീവനുണ്ട്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്നത് കൊണ്ടെന്നുള്ള കാര്യം ഡോക്ടറെത്തി ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് RFO അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ഗൂഗിൾ, പത്തനംതിട്ടയിലെ ചിറ്റാറിലാണ് ഒരു വീട്ടിലെ കിണറ്റിൽ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പന്നി ഫാമിൽ കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊല്ലംപറമ്പിൽ സദാശിവൻ എന്നയാളുടെ വീട്ടിലെ കിണറ്റിലാണ് കടുവ ചാടിയിരിക്കുന്നത്. കടുവയെ ഇപ്പോൾ തിരിച്ച് ഈ കിണറ്റിൽ നിന്നും രക്ഷിച്ച് വനത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിളാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി